ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ചത് ഏത് വാഹനം ഇടിച്ചാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ബെൻസ് കാർ ഇടിച്ചാണ് ആൽവിൻ കൊല്ലപ്പെട്ടതെന്നാണ് വാഹനങ്ങൾ പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ബെൻസ് കാറിനൊപ്പം ഉണ്ടായിരുന്ന ഡിഫൻഡർ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയാണ് റീൽസ് ചിത്രീകരിച്ചത്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും RTO പറയുന്നു. സിനോജ് തോമസ് ചേരുന്ന വിശദാംശങ്ങളുമായി. സിനോജ്, ഇക്കാര്യത്തിൽ RTO ഉറപ്പിച്ചു പറയുന്നുണ്ടോ ബെൻസാണ് ഇടിച്ചതെന്ന്? ഇത് വാഹനങ്ങൾ പരിശോധിച്ച ശേഷമുള്ള നിഗമനമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ള സ്റ്റേഷനിലെത്തി വാഹനങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. സാറേ, നമ്മുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുക? മോട്ടോർ വാഹന വകുപ്പ് ഇത് അപകടം നടന്ന സമയം തന്നെ ഞങ്ങൾ അറിയുകയും വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് ഈ കേസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രതികളെ രണ്ടുപേരെയും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ സംശയിക്കുന്ന രണ്ടുപേരെ SHO ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്തതിന് ശേഷം അവർ FIR ഇടും. FIR ഇട്ടതിന് ശേഷം ഞങ്ങൾ നിയമലംഘനം വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ആ കാര്യത്തിൽ ആ സംശയം വേണ്ട. അവരാരാണ് പ്രതി അവർക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും കൂടാതെ ആ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമ്മൾ RCയും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് FIR അനുസരിച്ചാണ് നമ്മൾ ഒരു പ്രതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. പോലീസ് കേസെടുക്കുന്ന 2 വണ്ടിക്കെതിരെയാണെങ്കിൽ 2 വണ്ടിയും ചെയ്യും. വണ്ടി പരിശോധിച്ചു. എന്നാലും ഞങ്ങളിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് കൂടുതൽ അതിൻ്റെ സ്ക്രാച്ചൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ രാവിലെ നാളെ വീണ്ടും പരിശോധിക്കുന്നതാണ്. എന്തായാലും ഇന്ന് രാത്രി കൊണ്ട് ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം FIR ഇടും. FIR ഇടുമ്പോൾ പ്രതികൾ ആരാന്ന് വ്യക്തമാക്കും. ഡിഫൻഡർ വണ്ടിയിൽ ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ് കാണുന്നത്. അകത്തുനിന്ന് ഒറിജിനൽ നമ്പർ പ്ലേറ്റ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ വണ്ടി ഒറിജിനൽ നമ്പർ പ്ലേറ്റ് ഇവർ അലോട്ട് ചെയ്ത് കൊടുത്താണ്. പക്ഷേ അവർ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് വെക്കാതെ ടെമ്പററി നമ്പർ പ്ലേറ്റ് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതും ഒരു കുറ്റകൃത്യം തന്നെയാണ്. അതിനെതിരെ നടപടി ഉണ്ടാവും. ഇത് റീൽസൊക്കെ ഇതിന് മുൻപും വന്നിട്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് ഇതേ വണ്ടിയുടെ റീൽസ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കിടപ്പുണ്ട്. സ്ഥിരമായിട്ട് എടുക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വ്യാപ്തി അനുസരിച്ച് നമുക്ക് ഈ നടപടി ഈ ഓണർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടി ഉണ്ടാകും. ഇത് വണ്ടി രണ്ടും പാരലായിട്ട് ഒരേ രീതിയിൽ പോകുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അതെ, ഒരേ രീതിയിൽ പാരലായിട്ട് വന്ന സമയത്ത് ജി വാഗൺ ലെഫ്റ്റിൽ കൂടെ റൈറ്റിൽ കൂടെ ഓട്ടോയ്ക്ക് കയറി വന്നത്. അപ്പോൾ ഈ മരിച്ച ആൽബിൻ നടുക്കാൻ നിൽക്കുക വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഡിഫൻഡർ വാഹനത്തെ ബെൻസ് വണ്ടി ഓവർടേക്ക് കയറി. ബെൻസ് വണ്ടി ഓവർടേക്ക് വന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇടിച്ചത്. ഏത് വണ്ടി ഇടിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നോ? ഈ ബെൻസാണ് ഇടിച്ചത്? ഈ വണ്ടി ഇടിച്ചത്. ഇടിച്ചത്. അതിന് CCTV വല്ലതും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഫുട്ടേജ് നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ക്ലാരിറ്റി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. ഏതായാലും ബെൻസ് വാഹനമാണ് ഇടിച്ചത്, ബെൻസ് കാറാണ് ഇടിച്ചത് എന്ന നിഗമനത്തിൽ തന്നെയാണ് RTO ഉള്ളത്.